ടിവിയിൽ ഇന്ന് ആദ്യമായി ഒരു കുഞ്ഞിക്കാൽ കാണാൻ എന്തായിക്കൂടെ like 4 subscribers away from 100K. Focus ആവുന്നുണ്ടല്ലോ. നമ്മൾ റിഫ്രഷ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ചെയ്യട്ടെ. Finally, 1 lakh subscribers ആയി. നമ്മൾ ഒരു കാര്യം കേൾക്കണം. ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പൊ മിഡിൽ ഓഫ് ദ ട്രെയിനാണ് ആയത്. എന്താണ് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയണത്? എനിക്ക് എന്റെ യൂട്യൂബ് കണ്ടായിരുന്നോ? ഇല്ല, ഇന്ന് റിഫ്രഷ് ചെയ്ത് ഈ ഒരു അവസരത്തിൽ ഉണ്ടോ പറയാനാണ് നിന്റെ ഹാർഡ് വർക്കിങ്ങിന് നിനക്ക് കിട്ടിയാൽ പറ്റും. പിന്നെ അങ്ങനെയൊക്കെ പറയാം, നല്ല കാര്യങ്ങളാണ്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ 100K ആയിട്ട് ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു 100K ആയത്. ഇന്നലെ നമ്മൾ റൂമെത്തിയപ്പോൾ ഞാൻ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഇവരും ഒക്കെ എത്തിയപ്പോൾ, അതായത് ഹനാനും കേപ്പിയും ഷാനും ഇവരൊക്കെ അവിടെ നിന്ന് എത്തിയപ്പോഴും ലേറ്റായി. ഞാൻ പിന്നെ അവരെ കണ്ടില്ല, ഞാൻ ഉറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റു. അപ്പം എല്ലാവരോടും ചെറിയൊരു സന്തോഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ബിക്കോസ് ഈ ഒരു 100K ആയത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ടീം ആൻഡ് ഇതിനൊരു മേജർ കാരണം ഇത് തന്നെയാണ്. അപ്പം എല്ലാവരും ആക്ച്വലി കൂടുതൽ ആൾക്കാരും ഡയറ്റിലാണ്. അപ്പം മധുരം അത് അധികം കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് എന്താ വാങ്ങി കൊടുക്കണമെന്ന് അറിയില്ല. നമുക്കിന്ന് ഈവെൻ്റ് ഉണ്ട് കൊച്ചിയിൽ വൈകിട്ട്. സോ ഇന്ന് ഉച്ചയ്ക്ക് 10 സൗണ്ട് ചെക്കിന് പോകണം. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം മാത്രം. അത് എനിക്ക് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ 100K ഇൻസ്റ്റാഗ്രാമിലായി. KP ഇന്നലെ 100K ആയി, ഞാൻ ഇന്ന് 100. അല്ല, KP മെനിഞ്ഞാന്ന് 100K ആയി, ഞാൻ ഇന്നലെ 100K ആയി. എൻ്റെ യൂട്യൂബിലും ഏകദേശം 90K ആയി. ഞാനും പുറകെ വരുന്നുണ്ട്. ഫാത്തിമ ഞാൻ അങ്ങനെ ഉടനെ ഞാനും ഒരു പാർട്ടി വെക്കാം. വേറൊരു പാർട്ടി വരുന്നുണ്ട്. അത് 100K എന്ന് പറഞ്ഞാൽ 100K എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭയങ്കര വലിയ മൈൽ സ്റ്റോൺ ആണ്. ഉറപ്പായിട്ടും. അതായത് ഏത് ഇൻഫ്ലുവൻസറും അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ 10K. പിന്നെ 10K എന്നൊക്കെ പറഞ്ഞാൽ 2 ലക്ഷം കണ്ട് കാണുമ്പോൾ ഒരു സുഖമാണ്. മറ്റേത് ഇങ്ങനെ അതുപോലെ 100K എന്ന് പറഞ്ഞൊരു നമ്മൾ മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. അതായത് നമുക്ക് ഇപ്പൊ ഇത് നിൽക്കുമ്പോൾ ഒരു 1 മില്യൺ പോലെയാണ്. അടിച്ചല്ലോ വിളിക്കുന്നുണ്ട്. ചേട്ടാ താഴേക്ക് വരാവേ. എത്തിയോ? അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ ടു ഫാത്തിമ. 100K ഇനിയുള്ളത് ഒരുപാടാവട്ടെ. 100K അത് ഇതേടാ 100K എന്നുള്ളത് ഇനിയിപ്പോ 100K കഴിഞ്ഞ് പിന്നെ ഇനി 150, 200, 500 എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 10K എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. 50 എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. 100 ഇനി മേ ബി
ബി ഐ ഡോണ്ട് നോ 500 കേക്കൊക്കെ അത് ചിലപ്പോൾ ഉണ്ടാവും. 500 ഉണ്ടാവും. മില്യൺ അതൊക്കെ നമുക്കിനി അറിയില്ല. ഇനിയിപ്പോ അതൊക്കെ ആകുമോന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. ഇൻഷാ അല്ലാ ആവട്ടെ. ആ. ഓർമ്മ ഉണ്ടോ? ബീച്ച് ഡയറ്റിലാണ്. ഞാൻ ഇവിടെ ഇല്ല. ഞാൻ എന്തോ റെക്കോർഡിങ്ങിൽ പോയി. പിന്നെ ഇവിടെ ആകെ ഉള്ളത് ഞാൻ, KP, ബെഞ്ച് ഉറങ്ങാം, ഷാനു, നബീല്, അമർനാഥ്, പുതിയ ആളുണ്ട്. ഇതിപ്പോ ഒരു മീല് പോലെ ആയല്ലോ. ഇങ്ങനെ വെക്കാല്ലേ? അപ്പോ 30 അപ്പൊ ഇനി നാളെ വീട്ടിൽ പോയിട്ട് വീട്ടില് ഉമ്മയ്ക്ക് ചെറിയൊരു കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ വീട്ടിൽ നമ്മൾ ചെറിയൊരു 30 അല്ലേ, വീട്ടിൽ നാളെ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഐ തിങ്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പോൾ 100K തന്നെ അതാവട്ടെ. പേരൻസിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. കണ്ണൂർ വീട്ടിൽ നിന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഇട്ടിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഷാനു ഇവിടെ വന്ന് നീ ഡയറ്റില്ലാന്ന് എനിക്കറിയാം. നീ കഴിക്കണ്ട. എന്തിനാ ഒരു ബർഗറോ ഇടയ്ക്ക് തുറക്കാൻ എന്നെ കാണില്ലേ? വാങ്ങിക്കൂടെ? ഞാൻ പ്രഗ്നന്റ് ആണ്. അവിടെ വിളിച്ചിട്ട് കാണില്ല നിങ്ങളിന്ന്. എടാ ടിവിയിൽ ഇന്ന് ആദ്യമായി ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഇതൊന്നും ഇങ്ങനെയൊക്കെയാണ്. നീ അതിന്റെ സന്തോഷത്തിന് വന്ന് കഴിക്കേ. അതിന് കഴിച്ചില്ലേ പിന്നെ അതിനെ കഴിക്കുക. അല്ല വെറുതെ വ്ളോഗ് എടുക്കേ. വേറെന്തെങ്കിലും കഴിക്കാറുണ്ട്. ആദ്യം വേറെന്താ പിള്ളേന് വേറെന്തോ ഉണ്ടായിപ്പോണ്ടിറങ്ങിയത്. അത്രയും ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരുന്നത് ബെൽജിയം വാഫിളാ കഴിച്ചോ? ഒന്ന് കഴിക്കാൻ ഷുഗർ കട്ടായോണ്ട് കഴിക്കുന്നില്ല. ഒന്ന് കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. 1 പീസ്, ജസ്റ്റ് 1 പീസ്. ഓനോട് കഴിഞ്ഞ ഇവിടെ എല്ലാരും ഉണ്ട്. വാതിൽ ഉറക്കില്ല. വെറുതെ അറിയണേ ഉറങ്ങി. അറിഞ്ഞോ ഫാത്തിമ പ്രഗ്നന്റ് ആയി? എന്തായിക്കൂടെ ശരിക്കും? ബെൽജിയമാണ് മോനെ, ബെൽജിയം. ഈ എന്നാലും കുട്ടാ നീ അപ്പൊ നമ്മള് പറഞ്ഞില്ലേ ഫാത്തിമ പ്രഗ്നന്റ് ആണെന്ന്? സത്യമായ ഇത് വേറെന്തോ പ്രഗ്നന്റ് ആവാ ഇനിയാവൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അതല്ല. See, I've been seeing you for a very long time, so no vomiting. എനിക്ക് യൂട്യൂബിൽ 100K ആയി. അങ്ങനെ പറ. പ്രഗ്നന്റ് ആണെങ്കിൽ ഒന്ന് തിന്നാന്നൊക്കെ. ഒന്ന് കഴിക്കടാ, ഒരു വാഫിൾ അല്ല ഒരു പാൻ കേക്ക്. 100K ആയി യൂട്യൂബില്. അല്ല വേറെ ഒന്ന് മിൽക്ക്, ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ്. അടിച്ചു കയറി തലേ കൂടെ. മൈക്ക് കൊടുക്കേ. ഈച്ചു 500K, അജുവത് 100K. ഓ അപ്പൊ ഇന്റെ 90. അപ്പൊ നമ്മളെ ഏകദേശം ഒരേ സമയത്ത് എന്റെ ഒരു 10 ഇങ്ങോട്ടും കൊണ്ടാ. പറ
അപ്പൊ എല്ലാരും ഇനിയും സപ്പോർട്ട് ചെയ്യാ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാരും ഈ ഒരു ഫാമിലി ഇതേപോലെ നിൽക്കുന്നത്. നിങ്ങളെല്ലോണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നു അത്രത്തോളം ഞങ്ങൾ നിലനിൽക്കും. അപ്പോ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങളൊന്നും ചെയ്യും നിലനിർത്തിക്കൊണ്ടാവണം. അത്രയും കാലം നമ്മളും നിങ്ങൾക്ക് തരാനുള്ള ലൈക്ക് കോമഡി കോണ്ടന്റ് അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സൈഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനി ഏത് റൂമിൽ ആൾക്കാരുണ്ട്? ഞാൻ ഇത് അവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി കൊണ്ടുവരാം കേട്ടോ. ഇനി ഏത് റൂമിലാ? സ്റ്റീലൊന്നും ഇല്ലല്ലോ ഇവിടെ. ദീദുവിന്റെ അവിടെ അല്ല അജുദിനോട് ചോദിച്ചില്ലല്ലോ എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ ഒരു അവസരത്തില് വളരെ സന്തോഷം. മൈക്ക് ഓഫായി എനിക്ക് തോന്നുന്നു, ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പറഞ്ഞു അതിട്ട് കേട്ടോളൂ. ഉറപ്പല്ലേ? അല്ല പറഞ്ഞോ. എന്റെ ഈ ഉയർച്ചയിൽ ആണോ? എങ്ങനെ വെച്ചാൽ ബെറ്റർ റീഡ് ചെയ്യും. ഓഫ് ചെയ്യുന്നു. നല്ല കേൾക്കും, കുഴപ്പമില്ല. കൺഗ്രാറ്റ്സ്. പിന്നെ ചോക്ലേറ്റ് തന്നതിനും വളരെ ഇഷ്ടപ്പെട്ടു. ഉറക്കുന്ന നീപ്സിന് എന്തെങ്കിലും പറയാം. ഫുൾ ഹാപ്പി ലൈഫ് ആവട്ടെ ഇൻഷാല്ലാ. ഇനി എന്നാ യൂട്യൂബ് കൊടുക്കുന്നത്? ഞാൻ ഇൻഷാല്ലാ സ്ട്രീമിംഗ് തുടങ്ങാൻ പോവാ. മൈക്കൊന്ന് കണക്ട് ചെയ്യണോ? നമുക്ക് കുഴപ്പമില്ല, അതിൽ കേട്ടോളൂ, പ്രശ്നമില്ല. അടുത്ത റൂമിലേക്ക് പോകാം. ഏത് റൂമിലുള്ള അറിയോ ആൾക്കാര്? ഇക്കുനെ ഇക്കൊക്കെ പോയില്ലേ? പോയോ? ഇല്ല, ഇക്കോടുണ്ട്. വേഗം നമുക്ക് സൗണ്ട് ചെക്ക് അല്ലേ? 12 മണിക്ക് റെഡി ആകാൻ പറഞ്ഞിട്ടുണ്ട്. നബീൽ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. വല്ലതും അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. ഫാത്തിമ ഗോഡ്. ഞാനിനി പ്ലാനിലുണ്ടായിരുന്നു. കാര്യം ഒന്നല്ലോ 10 കഴിക്കും. പിന്നെ ഷർട്ട് ഇട്ടിട്ടുള്ളത് വിശ്വസിച്ചില്ല. ഇല്ല, വിശ്വസിക്കില്ല. ഞാൻ ഇജ്ജുപടിയും പോനെ അവിടെയാണ്. ഓൾ കണ്ടിട്ടേ യൂട്യൂബില്. ഇതൊരു 100K സമയം കേട്ടോ. ഷാനു ഏത് എടുക്കണം എന്നുള്ള ഡൗട്ടില്ല. ഇത് പാൻകേക്ക്, വെജിറ്റബിളോ? ഇത് മിൽക്ക്, ഇത് ഡാർക്ക്, ഇത് വാഫിൾ. എന്താ ചോപ്പ് നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇനിയും കേക്കുകൾ അടിച്ചുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് കേക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് ഇക്കുന്റെ കൈയാണ് ഇനി കാണേണ്ടത്. ഇക്കുന്റെ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ കേക്ക് കഴിഞ്ഞിരിക്കണേ. പക്ഷേ അതേതാ ഫ്ലേവർ ഞാൻ യൂട്യൂബിലല്ലേ ഇനി. ലോ ക്ലാസ് എത്രയായി? ഉണ്ടല്ലോ, ഇതൊന്ന് ഡയറ്റ് അല്ലേ, ചാനൽ ഉണ്ടല്ലോ. ലോ ക്ലാസ് അല്ലേ ഉള്ളൂ. ചാനലുണ്ട്, ചാനൽ അതിന്ന് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവും. അല്ല എല്ലാവർക്കും കിട്ടിയോ? അല്ല, ഇനി ആരുള്ള ഇവിടെ? ഞങ്ങൾ തന്നെ ഉള്ളൂ. പക്ഷെ ഇത് മധുരം കൂടുതലായിട്ട് ഞാൻ ചിലപ്പോൾ കഴിക്കാം. അമറിന് കൊടുത്തു. അങ്ങോട്ട് കുളിക്കുക, കുട്ടിക്ക് കൊടുത്തു, ടീച്ചറിന് കൊടുത്തു. ബെഞ്ച് ഉറങ്ങുക. അറിയില്ല. അഫിയോടല്ല, ഇവൻ അഫി ദീദുവിൻ്റെ പോയതാണുണ്ട്. ഇത് കണ്ടേക്ക് മറ്റേതാണ് മതി. ഇത് ഭയങ്കര മധുരവും. അതുകൊണ്ടാ സന്തോഷം സന്തോഷം. ഇനിയും ഇതുപോലത്തെ എല്ലാവരും വർക്ക് എടുക്കുക. വർക്കിനനുസരിച്ച് റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ തൽക്കാലം റൂമുള്ളൂ. ഞാനിവിടെ അല്ല. എവിടെയുണ്ട? ഈച്ചു വായിക്കൂല. ഈച്ചു അത് ഇടില്ല. റെഡി ആയിട്ട് എല്ലാവരും. ഞാനും പാൻറ് ഇടാനുള്ളൂ.
ഓക്കെ ബൈ. ബെഞ്ച് ഉറങ്ങണ്ടായിരുന്നു അവിടെ, എണീപ്പിക്കട്ടെ. ഗൈസ്, അപ്പം എല്ലാവരും ഒന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടൂല. ഈ സമയത്ത് എല്ലാവരും ഉറക്കമാണ്. പകുതി പേര് പല സ്ഥലത്തും പുറത്ത് വരികയും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നീ ഇത് വെച്ച് നോക്കണം. മതി ഒന്ന് തന്നു. അയ്യോ, I was just going to prank you. എടുത്തു. ഇത് വെച്ച് കുത്തിയെടുത്തു. Did you come? I'll eat later. I won't eat later. Keep it safe from me. Keep it here. Yeah, please. Okay. I'll get it. Wow. Where did you get this from? I ordered it. സ്വിഗ്ഗി Oh yeah, when I got cheese. അല്ല സൊമാറ്റോ. Which one you want? White or black? I'll take the black. Black? Yeah. Okay. What do you have to tell? I Oh. യൂട്യൂബിലാട്ടോ എടുക്കേ. First of all, congratulations, bro. And keep watching, keep sharing, keep commenting, Subscribing. keep supporting Fatima. ബെല്ലൈക്കൺ. മധുരം കഴിക്കണം. ചൂടാവുണ്ടല്ലേ? സന്തോഷം എല്ലാവർക്കും കൊടുത്തു. ഇനി ബാക്കി ഇതിൻ്റെ വ്ളോഗ് ചിലപ്പം വീട്ടിലെ ചെറിയൊരു പരിപാടി ഉണ്ടാവും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു ഓർമ്മയ്ക്കായിട്ട് മുറിക്ക് അധിക നാളിപ്പം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഴയ പോലെ വ്ളോഗ് എടുക്കായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. മുറിക്ക് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഒരിടയ്ക്ക് വെച്ച് ഞാൻ മാറിയ വ്ളോഗിങ് ആയിരുന്നു. ഇപ്പം പക്ഷെ പഴയ പോലെ പറ്റാത്ത പോലെ. അങ്ങനെയൊക്കെ നല്ല വീട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഭാഗമാകാൻ പറ്റിയാലും ഇനിയും ഇതുപോലെ ഒരുപാട് കേകൾ അടിക്കട്ടെ. എല്ലാവരും അടിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആവട്ടെ. നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റട്ടെ. നമുക്ക് ഇനിയും പാട്ടുകൾ സപ്പോർട്ട് ചെയ്യുക, ബ്ലോഗുകൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഐ തിങ്ക് ഈ ഒരു ഫാമിലി കോമൺ ആണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും ചാനലിലും. അത് നിങ്ങൾ ഒറ്റ ആൾക്കാർ കണ്ട് മാത്രമാണ്. ഇത് എല്ലാവരും ഇപ്പോൾ ഏത് ചാനൽ വ്ളോഗ് ഇട്ടാലും നിങ്ങൾ അതേപോലെ സപ്പോർട്ട് ചെയ്യും. ഒരാളെ മാത്രമല്ലാതെ എല്ലാവരും ഒരേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല കണ്ടന്റും നല്ല വ്ളോഗ്സും ഒക്കെ തരാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും അതുപോലെയൊക്കെ തന്നെ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഹാനും ഇവിടെ ആക്ച്വലി വേണമെന്നുണ്ടായിരുന്നു. കാരണം ഓനൊരാൾ കാരണമാണ്, റോഡ് മാത്രമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആളിവിടെ ഇല്ല. ഓനിനി വന്നാലും തിരക്കാവും, പെട്ടെന്ന് ഓട്ടത്തിലാവും. കാരണം ഭയങ്കര തിരക്കിലാണ് ആള്. നിൽക്കുന്ന ടൈമിൽ റെക്കോർഡിങ്ങിന് പരിപാടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരുമ്പോൾ എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് പോയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമല്ലാത്ത. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യാം. എല്ലാവരോടും ഒരുപാട് സന്തോഷം, സ്നേഹം. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അതുപോലെ എനിക്കെന്താ മധുരം തരാത്ത ഞാനും ഒരു കമന്റ് ഉണ്ട്. ഞാൻ അധികം മധുരം കഴിക്കലില്ല, ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കഴിക്കലില്ല. പക്ഷെ കേപ്പിക്ക് ഒരു ഓഫർ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതൊക്കെ പതുക്കാൻ കഴിക്കും. അപ്പോൾ കേപ്പിയുടെ അടുത്ത 100K സെലിബ്രേഷൻ ഉടനെ വരുന്നതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി പറഞ്ഞു ഇനി കൊല്ലത്തെ വിശേഷങ്ങൾ കാണാം. അതെ, ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും വേണ്ടിയ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാൻ ഞങ്ങൾ സഹായിക്കുന്ന ആഷിഖ് പുള്ളോനി ഇല്ലാണ്ട് ഞങ്ങൾ പരിപാടിക്ക് പോകാറില്ല. ആഷിഖ് പുള്ളോനി, ആഷിക്ക എന്നോട് ക്ഷമിക്കണം, ഞാൻ വാങ്ങിയ സാധനങ്ങൾ തീർന്നു പോയി. ഇന്നൊരു സംഭവം എനിക്ക് 100K യൂട്യൂബിൽ പിന്നെ ഫുൾ ചെലവ്. സിൽവർ പ്ലേ ബട്ടൺ വരുന്നുണ്ട് മോനെ. ഇയാളെ പരിചയപ്പെടുത്തില്ല. ഇത് ആണ് അതിനു വേഴ്സ്, നമ്മുടെ കിടിലം വീഡിയോസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അതിനു വേഴ്സ്. അപ്പോൾ ആഷിഖ് പുള്ളൂനെയും അതിനു വേഴ്സ് എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ രാവിലെ വാങ്ങിയ സാധനങ്ങൾ തീർന്നു. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് അതിനെ പറ്റിയാണോ പറയണേ? അത് ഇനി വാങ്ങിയാൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. ഞങ്ങൾ ആൾക്കാരെ വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും.
പ്രശ്നമില്ല, നമുക്ക് അതേപോലെ വാങ്ങിച്ചു തന്നാൽ മതി. ഇവർക്ക് എന്താ കൊടുത്തത് അതേപോലെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? മധുരം ഇവനധികം മധുരം ഞാൻ അങ്ങനെ വലിയ ഡിന്നറും ഇതൊന്നും അല്ല കൊടുത്തത്. പോട്ടെ, ഡ്രൈവർ പോട്ടെ, വണ്ടി എടുക്കട്ടെ. റൈറ്റ് പിടിക്കാൻ ആശിക്ക 4 വാക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയും. അപ്പോൾ ഫാത്തിമയുടെ ഫാൻസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് ഉസ്മാനെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതൊരു 500K ആക്കണം നമുക്ക്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് എനിക്കൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഈച്ചു വണ്ടി എടുക്കാൻ പോവുകയാണ്. എന്താണ് ഇതാണ് ആശിക്കെടുത്ത വണ്ടി? എൻ്റെ മോനെ. ഇവിടെ അർബാനിയ ആൻഡ് ഇവിടെ ആഷിഖാന്റെ കാരവാൻ. ഇതിനെ പറ്റി പറയാൻ എന്താ ഉള്ളത് വെച്ചാല് ഒരുപാട് ആഗ്രഹിച്ചെടുത്തതാണ്. പയ്യന്മാര് അനു ഈ വണ്ടി എടുത്തപ്പോ അർബാനി എടുത്തപ്പോ എല്ലാവർക്കും ആഗ്രഹം നമുക്കും അതേപോലെ തന്നെ വാങ്ങിക്കണം. പക്ഷെ നമ്മളത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് അത്ര വലിയ വണ്ടി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഇതിന്റെ മിനി ആണല്ലോ ഇത്. ഇതിന്റെ ശരിക്കും മിനി അല്ലേ? ഇത് എപ്പോഴാണ് എടുത്തേ? ഇത് എടുത്തത് മിനിയാന്ന് എടുത്തത്. ശരി, ഇത് നമുക്കൊന്ന് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവോ? എന്താണ് എന്നാണ് നീയും ഇതുപോലെ ഒന്ന് എടുക്കുന്നത്? ഇതുപോലെ ഒന്നും ഇല്ലെങ്കിലും ഒരു വണ്ടി എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എടുത്ത് വന്നു വണ്ടി എടുക്കണം. എന്നാലും ആഷിക്ക നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു കൂടി. നല്ല വണ്ടി. എല്ലാവർക്കും പോവല്ലേ? ഇതില് നമ്മള് പോണേ? ഇതില് നമ്മള് പോണേ? ഇതില് നമ്മള് പോണേ ഇപ്പൊ? കൈയടിക്കൂ. ആ ഇതിലെല്ലാരും കൊള്ളൂലേ? 1 2 3 4 5 6 ആളേ ഉള്ളൂ. ഞാൻ ഇതിൽ വരാം, വീഡിയോ എടുക്കണം. പ്ലീസ് അൺലോക്ക് ദ കാർ. ഇല്ലെങ്കിൽ കരിയും. ഈച്ചു വണ്ടി ഓടിക്കുന്നേ? എന്നാ ഞാൻ മുന്നിലിരിക്കാം. പ്രീമിയം പോട്ടെ. റൈറ്റ്. ഓക്കെ. സീറ്റ് ബെൽറ്റ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലാണ് ആക്സിഡന്റ് ഓട്ടി വെച്ചാ സ്റ്റാർട്ടിങ്ങാണ്.